JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പുണർന്ന നക്ഷത്രത്തിൻ്റെ 2025 ഫലങ്ങളെക്കുറിച്ച്. 2025 പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവർക്ക് അനുഭവപ്പെടാനുള്ള ഓരോ അനുഭവങ്ങൾ എന്താണ് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 6 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് പുണർന്ന നക്ഷത്രം. ദൈവഗണത്തിൽ സ്ത്രീയോനിയായി ജലഭൂതത്തിൽ മുള വൃക്ഷമായ നക്ഷത്രമാണ് പുണർതം. മൃഗം പൂച്ചയും പക്ഷി ചെമ്പോത്തുമാണ്. ദേവത അതിഥിയാണ്. ശാന്തികർമ്മങ്ങൾക്കും യാത്രയ്ക്കും വാസ്തുകർമ്മങ്ങൾക്കും കൃഷിയാരംഭത്തിനും അതുപോലെ ക്രയവിക്രയം നടത്തുന്നതിനും കൊടുക്കൽ വാങ്ങലിനുമൊക്കെ ഈ നക്ഷത്രം വളരെ ഉത്തമമാണ്. ഈശ്വരവിശ്വാസം, വ്രതാനുഷ്ഠാനങ്ങൾ എന്നിവയിൽ താല്പര്യമുള്ള ഒരു നക്ഷത്രമാണ് പുണർതം നക്ഷത്രം. ധാരാളം വെള്ളം കുടിക്കുന്ന ശീലവും സൗമ്യമായ ഒരു ഭാവവും ഒരു സ്വഭാവവും അതുപോലെ ക്ഷമ, ശാന്തത, ദാനശീലം എന്നിവയൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. സമാധാനപരമായ കുടുംബജീവിതമാണ് ഇവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. ഇവർ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും കണ്ടെത്താനും വേണ്ടി ആഗ്രഹമുള്ളവരാണ്. ആരോഗ്യം, ശുചിത്വം എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്ന കൂട്ടരാണ് ഈ പുണർന്ന നക്ഷത്രക്കാർ. ഈ നക്ഷത്രത്തിൻ്റെ 3/4 ഭാഗവും മിഥുനൻ രാശിയിലും 1/4 ഭാഗം കർക്കിടകൻ രാശിയിലുമായി ഉൾപ്പെട്ട് കിടക്കുന്ന ഒരു നക്ഷത്രമാണ്. മിഥുനത്തിൻ്റെ അധിപനായ ബുധൻ ഏത് കാര്യവും ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള വിവേചന ബുദ്ധിയും കലാപരമായ താല്പര്യവും അതുപോലെ പലതും അറിയാനുള്ള ആ ഒരു ആകാംക്ഷയും ആ താല്പര്യത്തെയും കാണിക്കുന്നു. 1/4 ഭാഗം കർക്കിടകത്തിലായതിനാൽ ഈ നക്ഷത്രക്കാർ ഉയർച്ച താഴ്ചകളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം ചന്ദ്രന് സ്ഥിരതയൊന്നുമില്ല. അത് പക്ഷഫലമനുസരിച്ച് കറുത്തവാവ് കഴിഞ്ഞ് വെട്ടം കൂടിക്കൂടി വരുന്നു, അതുപോലെ തന്നെ വെളുത്തവാവ് കഴിഞ്ഞ് വെട്ടം കുറഞ്ഞു വരുന്നു. ഇങ്ങനെ വൃദ്ധിക്ഷയങ്ങൾ ആ ഒരു സാഹചര്യമാണ് ചന്ദ്രനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ 1/4 ഭാഗം ആൾക്കാർ പലപ്പോഴും ഉയർച്ച താഴ്ചകളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പല സന്ദർഭങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും എന്ന് പറയുന്നത്. അതുപോലെ പുണർന്ന നക്ഷത്രക്കാരിൽ ഈ 1/4 ഭാഗക്കാർ അത്ര വലിയ സ്ഥിരതയൊന്നും ഇല്ലാത്തവരാണ്. അതായത് മനസ്സ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് വിചാരങ്ങളും വികാരങ്ങളും ചിന്തകളുമൊക്കെ കൂടെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഈ 1/4 ഭാഗം, അതായത് പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവരിൽ കുറേ പേർക്ക് കാണുന്ന ഒരു പതിവുണ്ട്. ഇവർ പ്രധാനമായും സ്വന്തം കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ്. നിസ്സാരമായ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഒരുപാട് ചിന്തിച്ച് തലപോയിക്കുന്നവരും ഈ നക്ഷത്രക്കാരിലുണ്ട്. നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ വന്നാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ശീലവും ഈ നക്ഷത്രക്കാരിൽ ചിലർക്കുണ്ട്. തൊഴിൽപരമായി നോക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ തന്നെ നിൽക്കാതെ മാറി പലതും പരീക്ഷിക്കാൻ താല്പര്യമുള്ളവരുമാണ് ഈ പുണർന്ന നക്ഷത്രക്കാർ. നല്ല കാര്യങ്ങൾ കണ്ടാൽ പ്രശംസിക്കുകയും അതുപോലെ അതൊക്കെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ തെറ്റ് കണ്ടാൽ വിമർശിക്കുകയും ചെയ്യും. നീതിന്യായ വകുപ്പ്, നിയമം, മാത്സ്, അക്കൗണ്ടൻറ്റ്, ബിസിനസ്, ഏജൻസി ജോലി, വാർത്താവിതരണം മുതലായ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ നക്ഷത്രത്തിലുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹം ഈ നക്ഷത്രക്കാർക്ക് ധാരാളം ലഭിക്കാറുണ്ട്. മാതാപിതാക്കളുമായിട്ടുള്ള ഒരു ബന്ധവും മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ഇവർക്ക് അല്പം ദൃഢവുമാണ്. ഈ നക്ഷത്രത്തിൻ്റെ പൊതുവായ ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഓരോരുത്തരുടെയും ഗ്രഹനിലയുടെ അല്ലെങ്കിൽ ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനനസമയത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അനുഭവങ്ങളൊക്കെ കുറച്ചൊക്കെ വ്യത്യസ്തമായും കാണാറുണ്ട്. ജനുവരി മാസം പൊതുവെ ഗുണമെന്ന് കരുതാമെങ്കിലും സാമ്പത്തികമായ ചില വിഷമതകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. തൊഴിൽപരമായി അത്ര മോശമൊന്നുമല്ല. കുടുംബപരമായ ചില ഭിന്നതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ജനുവരിയിലുണ്ട്. വീട്ടിലുള്ളവരുടെ പെരുമാറ്റം പലപ്പോഴും ചില ഭിന്നതയ്ക്കൊക്കെ കാരണമാകാം. ആരോഗ്യ സംബന്ധമായി ജനുവരി മാസം അത്ര മെച്ചമൊന്നുമല്ല. കഫക്കെട്ട്, ചുമ, ശ്വാസം മുട്ടൽ, കാലിന് വേദന, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ജനുവരി. ഫെബ്രുവരിയിലേക്ക് പോകുമ്പോൾ തൊഴിൽപരമായി ചില മെച്ചമൊക്കെ ഉണ്ടാകാൻ സാധ്യത വരും. ആരോഗ്യ സംബന്ധമായും സന്താനങ്ങളുടെ കാര്യത്തിലും അത്ര മെച്ചമല്ല. വീട്ടിൽ പ്രായം ചെന്നവർക്കും പിതൃസ്ഥാനീയരായവർക്കും അത്ര നല്ല സമയമല്ല. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അത് സൂക്ഷിക്കണം. കുടുംബജീവിതത്തിൽ
ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് ഈ ഫെബ്രുവരി മാസം. മാർച്ച് മാസം സുഖസൗകര്യങ്ങൾക്ക് വലിയ കുറവൊന്നും ഉണ്ടാകില്ല. എന്നാലും ചില ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിനെ അലട്ടാം. ശുക്രൻ ഉച്ചത്തിലും ബുധൻ നീചത്തിലും വരുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും യുവാക്കളുമൊക്കെ ചിലപ്പോൾ ഒരു നീരസമൊക്കെ പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നത് പോലുള്ള അടുപ്പം കാണിക്കാൻ മടിക്കുകയൊക്കെ ചെയ്യാം. ബുദ്ധിമോശം കൊണ്ട് ചില കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ സൂക്ഷിക്കേണ്ടതും ആവശ്യമാണ്. പ്രഷർ, വെരിക്കോസ് ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് സൂക്ഷിക്കണം. കർമ്മസ്ഥാനത്ത് ശുക്രൻ നിൽക്കുമ്പോൾ ഉന്നതരായ സ്ത്രീകളുമായി ചില കലഹത്തിനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്നാൽ തൊഴിൽപരമായും സാമ്പത്തികമായും അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാനുള്ള മാസവുമല്ല. ഇനി ഏപ്രിൽ മാസത്തിലേക്ക് പോകുമ്പോൾ തൊഴിൽപരമായി അഭിവൃദ്ധി ഉണ്ടാകും. കർമ്മരംഗം കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെടുകയും അതുപോലെ സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അത്തരത്തിലുള്ള ചില ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതുമാണ്. സാമ്പത്തികമായി മെച്ചമുണ്ടാകാനും ചിലവ് വർദ്ധിക്കാനും സാധ്യതയുള്ള ഒരു മാസമാണ് ഏപ്രിൽ മാസം. തൊഴിൽ രംഗത്ത് ഏപ്രിൽ മാസം ചില മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള സാധ്യതയും ഉണ്ട്. മെയ് മാസത്തിലേക്ക് പോകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. തൊഴിൽപരമായി ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. ജോലി സാധ്യതകളൊക്കെ ലഭിക്കാനുള്ള പല സന്ദർഭങ്ങളും വരും. സർക്കാർ തലത്തിൽ ലിസ്റ്റിലുള്ളവർക്കും സാധ്യത വരാവുന്ന ഒരു മാസമാണ്. സാമ്പത്തികമായി ചില മെച്ചങ്ങളൊക്കെ ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായും ശ്രദ്ധിക്കേണ്ട മാസമാണ്. അതുപോലെ സർക്കാർ ജോലി മാത്രമല്ല, പ്രൈവറ്റ് ജോലി ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. ഇനി ജൂൺ മാസത്തിലേക്ക് കടക്കുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസവും ചില കാര്യങ്ങളിൽ തടസ്സവുമൊക്കെ ഉണ്ടാകും. ഭൗതിക സുഖസൗകര്യങ്ങളിൽ വലിയ കുറവൊന്നും ഉണ്ടാകത്തില്ല. കർമ്മരംഗത്തും ചില മാന്ദ്യം സംഭവിക്കാം. തൊഴിൽപരമായി അത്ര മെച്ചമുള്ള ഒരു മാസമല്ല എന്ന് ചുരുക്കം. ആരോഗ്യ സംബന്ധമായി അത്ര മെച്ചമല്ലാത്തത് കൊണ്ട് തന്നെ അതും ചിലപ്പോൾ തൊഴിൽപരമായ കാര്യത്തിലും കർമ്മരംഗത്തുമൊക്കെ ഒരു തടസ്സമായിട്ടൊക്കെ വരാം. ബുദ്ധിപരമായി കാര്യങ്ങളൊക്കെ ആലോചിച്ച് വേണ്ടത് ചെയ്യാനൊക്കെയുള്ള കഴിവും ലഭിക്കും. ഇനി ജൂലൈ മാസത്തിലെ കാര്യം നോക്കുമ്പോൾ വിവാഹ സംബന്ധമായ കാര്യത്തിലൊക്കെ ഗുണമുണ്ടാകും. വിദ്യാഭ്യാസം, ജോലി മുതലായവയ്ക്കൊക്കെ നല്ല സമയമാണ്. വിദേശയാത്രയ്ക്കും അനുകൂല സമയമാണ്. സാമൂഹ്യ പ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ നല്ല സമയമാണ്. വിവാഹ സംബന്ധമായ തീരുമാനമൊന്നും ആകാതിരിക്കുന്നവർക്ക് ചിലപ്പോൾ വിവാഹം ഏതെങ്കിലും തരത്തിൽ ആലോചിച്ചുറപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാകാനോ ഒക്കെ ഉള്ള ഒരു സന്ദർഭവുമൊക്കെ വരാം. ഇനി ആഗസ്റ്റ് മാസത്തിലേക്ക് പോകുമ്പോൾ വീട്, വാഹനം എന്നീ കാര്യങ്ങളിലൊന്നും വലിയ മെച്ചമൊന്നും കാണുന്നില്ല. കാരണം വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അത് തടസ്സം വരാം. അതുപോലെ തന്നെ വീട് പണി പൂർത്തീകരിച്ച് ഓണത്തിന് മുമ്പ് താമസം തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിന് ചില വിഘ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരും. പുതിയതായി വീട് പണി ആരംഭിക്കണമെന്ന് ചിന്തിക്കുന്നവർക്കും അതിനൊരു താമസവും തടസ്സമൊക്കെ വരും. അതുപോലെ വാഹന സംബന്ധമായ കാര്യങ്ങളിൽ അതും ഒരു നല്ല ഒരു മാസമായിട്ടല്ല. അതിലും ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ ഏതിനും ഒരു കാലതാമസം ഉണ്ടാകാവുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നു. പിന്നെ മാതൃകുടുംബക്കാർക്കും മാതാവിനുമൊന്നും അത്ര നല്ല സമയമല്ല. ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ മാതാവിനായാലും മാതൃബന്ധുക്കളായാലും അമ്മാവന്മാരായാലും ആരായാലും അവരെയൊക്കെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. ആരോഗ്യ സംബന്ധമായിട്ട് അത്ര അനുകൂലമായ ഒരു സമയം കാണുന്നില്ല. അതുപോലെ യാത്ര സംബന്ധമായിട്ട് ഒരു പ്രാവശ്യം പോയി സാധിക്കേണ്ട കാര്യം പല പ്രാവശ്യം പോയാലും സാധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരാം. അതുപോലെ തന്നെ യാത്ര സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. ഇതൊക്കെ മുൻകൂട്ടി അറിയാൻ വേണ്ടി പറയുന്നതാണ്. അതുപോലെ തൊഴിൽപരമായി നോക്കുമ്പോൾ അതും അത്ര നല്ല ഒരു മാസമെന്ന് പറയാനില്ല. ചില ക്ലേശങ്ങളൊക്കെ അക്കാര്യത്തിലും ഉണ്ടാകാം. ഇനി സെപ്റ്റംബർ മാസത്തിലേക്ക് പോകുമ്പോൾ പഴയതിൽ നിന്ന് കുറച്ചൊക്കെ ഒരു മെച്ചപ്പെട്ട, ആഗസ്റ്റ് മാസത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു മാസമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബന്ധുക്കളുടെ സഹായം, അതുപോലെ ചില വിശേഷ അവസരങ്ങളിൽ എല്ലാവരും ഒത്തുകൂടുന്ന ചില സന്ദർഭങ്ങൾ വരാം. തൊഴിൽപരമായും സാമ്പത്തികമായും ഇട്ടൊക്കെ ഒരു അല്പം മെച്ചം വരാം. കൃഷി, കച്ചവടം മുതലായവയിൽ ലാഭം ഉണ്ടാകാം. തടസ്സപ്പെട്ട് കിടക്കുന്ന സംഗതികളൊക്കെ ഒന്നുകൂടി പുനരുജ്ജീവിപ്പിച്ച് ആരംഭിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഒക്ടോബർ മാസത്തിലേക്ക് പോകുമ്പോൾ മത്സര പരീക്ഷ, ഇൻ്റർവ്യൂ, ടെസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂല സമയമാണ്. അതിനൊക്കെ മെച്ചപ്പെട്ട ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും ഗുണകരമായ
ഒരു സന്ദർഭം എന്ന് വേണമെങ്കിൽ ഈ ഒക്ടോബർ മാസത്തെ പറയാം. എന്നാൽ ആരോഗ്യ സംബന്ധമായിട്ട് അത്ര മെച്ചമാണ് എന്ന് പറയാൻ പറ്റത്തുമില്ല. സാമ്പത്തിക രംഗം വലിയ കുഴപ്പമില്ലാതെ പോകും. അധിക ചിലവിന് സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് ഒക്ടോബർ. ചില മാനസിക പ്രയാസങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഈ ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകാം. അതൊരു പക്ഷേ ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രശ്നമോ ഒക്കെ ആകാം. ഇനി നവംബർ മാസം നോക്കുമ്പോൾ കുടുംബജീവിതത്തിൽ തൊഴിൽപരമായ ഒരു അനിശ്ചിതത്വമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ നവംബർ മാസത്തിൽ ഉണ്ടാകാം. തൊഴിൽപരമായി മാറ്റമോ അഥവാ ആരോഗ്യ സംബന്ധമായ കാരണങ്ങളാൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും തൊഴിൽപരമായ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ഒരു പക്ഷേ പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നം മൂലം അങ്ങനെ ഒരു ബുദ്ധിമുട്ടായാലും മതി. അതുപോലെ തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ തൊഴിൽ തടസ്സങ്ങളോ അല്ലെങ്കിൽ തൊഴിലിന് പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. സർക്കാർ തലത്തിലും അത്ര വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ നല്ല തീരുമാനങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു മാസമാണ്. സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകളോ വാണിങ്ങോ സ്ഥലം മാറ്റമോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് ഈ നവംബർ മാസം. ഡിസംബർ മാസത്തിലേക്ക് പോകുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ നവംബർ മാസത്തിൽ പറഞ്ഞ വിഷമതയൊക്കെ ഒന്ന് മാറി അനുകൂലമായ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി സാമ്പത്തികമായി ഒന്ന് മെച്ചപ്പെടുന്ന ഒരു സന്ദർഭവും അതുപോലെ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുമുള്ള ഒരു സാഹചര്യമൊക്കെ വരാം. വിവാഹാദി കാര്യങ്ങളിലൊക്കെ തീരുമാനം വരാം. തൊഴിൽപരമായിട്ട് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകാം. നേരത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ഒന്ന് മാറി തൊഴിൽ രംഗത്ത് കുറച്ച് മേന്മയുള്ള ഒരു മാസമായിട്ട് വരാം. അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ട് ചില ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. അതുമൂലവും പലർക്കും പല ഗുണങ്ങളും സിദ്ധിക്കാനുള്ള ഒരു സാഹചര്യവും ഈ ഡിസംബർ മാസം ഉണ്ടാക്കും എന്നുള്ളതാണ്. പൊതുവെ നോക്കുമ്പോൾ 2025 ചില മാസങ്ങൾ അത്ര മെച്ചമല്ല, ചില മാസങ്ങൾ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുമ്പോഴും 2025 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 4 ഗ്രഹങ്ങൾ രാശി മാറുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ 2025 ഉണ്ടാകാം. പിന്നെ ജാതകവശാൽ നിങ്ങളുടെ ജാതകത്തിൽ നല്ല അനുഭവങ്ങളും അതുപോലെ തന്നെ ദശാപഹാരങ്ങളൊക്കെ നല്ല ഗുണമുള്ള ഒരു സാഹചര്യത്തിൽ അനുകൂലമായിട്ടൊക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. എന്നാലും ഈ 4 ഗ്രഹങ്ങളുടെ രാശിമാറ്റം 2025 ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളത് ആണ് എൻ്റെ വ്യക്തിപരമായ ഒരു വിശ്വാസം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ അത് മറ്റുള്ളവർക്ക് കൂടി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.